ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. 2 കൊരിന്ത്യസ് 13 അധ്യായം 13 വചനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ലൂക്കാ എഴുതിയ സുവിശേഷം 1 അധ്യായത്തിലെ 31 വചനം തൊട്ടാണ്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നിട്ട് പറയുന്നത് എന്താണ്? യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഒരു രാജ്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, ഒരു സിംഹാസനത്തെപ്പറ്റി പറയുന്നുണ്ട്. ഇവിടെ പല രാജ്യങ്ങളും ഈ ഭൂമിയിൽ ഭരിക്കുന്നുണ്ട്. പലരും ഈ ലോകത്തെ ഭരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അതെല്ലാം അവസാനിച്ചു. ആമേൻ. റോമ സാമ്രാജ്യത്തിൻ്റെ ആ രാജ്യം ഇല്ലാതായി. ആമേൻ. പഴയ നിയമത്തിൽ നെബൂഖദ്നേസർ രാജാവിന്റെ ഭരണം ഉണ്ടായിരുന്നു, അതും അവസാനിച്ചു. ഹല്ലേലൂയ. ഓരോ രാജാക്കന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ, ഇങ്ങനെ പല രാജാക്കന്മാരെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം രാജ്യം അവസാനിച്ചിരിക്കണം. ഹല്ലേലൂയ. പക്ഷെ ഈ ഒരു രാജ്യം, യേശുവിന്റെ രാജ്യം, യേശു രാജാവാണ്. ഹല്ലേലൂയ. യേശുവിന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ലെന്ന് പറഞ്ഞു. ആമേൻ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞു യേശു. ആമേൻ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 18 വചനം പറയുന്നത് എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. അപ്പൊ ഈ ഭൂമിയുടെ ഭരണം ക്രിസ്തുവാണ് ഭരിക്കുന്നത്. ആമേൻ. അവൻ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ആമേൻ. എന്നിട്ടാണ് പറഞ്ഞത് ഭൂമിയുടെ മേൽ അധികാരം എന്തൊക്കെയാണ്? സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും യേശു അധികാരം ഏറ്റെടുത്തിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി. ഈ ഭരണത്തെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു രാജാവിന്റെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് രാജാക്കന്മാരുടെ രാജാവ് എന്നാണ് പറഞ്ഞത്. ആമേൻ. ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരുടെ മേൽ അധികാരം യേശുവിനാണ്. ഈ ഭരണത്തെ നീ തിരിച്ചറിയാത്താണ് നമ്മുടെ ഏറ്റവും വലിയ വിഷമം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഒരു രാജാവിന്റെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ രാജാവിന്റെ കൽപ്പനയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അതിനു പകരം ലോകത്തിന്റെ നിയമങ്ങളാണ് നീ അനുസരിക്കുന്നത്. ഈ രാജാവ് ഉണ്ടോ? അങ്ങനെ ഒരു രാജ്യമുണ്ടോ? ആമേൻ. 1 കൊരിന്ത്യസ് 11 അധ്യായത്തിൽ ഈ ഭരണഘടനയെ പറ്റി പറയുന്നുണ്ട്. ആമേൻ. 1 കൊരിന്ത്യസ് 11 അധ്യായത്തിൽ 3 വചനം എന്നാ പറഞ്ഞറിയോ? പുരുഷന്റെ ശിരസ് ക്രിസ്തു, സ്ത്രീയുടെ ശിരസ് ഭർത്താവും, ക്രിസ്തുവിന്റെ ശിരസ് ദൈവവുമാണെന്ന് നിങ്ങൾ അറിയണം എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആമേൻ. നിങ്ങളൊരു രാജാവിന്റെ കീഴിലാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഭരണഘടന എന്താണ്? പിതാവായ ദൈവം, പുത്രനായ ദൈവം, പിന്നെ പുരുഷൻ, അതായത് ആഡം, പിന്നെ അത് കഴിഞ്ഞ് വരുന്ന സ്ത്രീ. അവിടുന്നാണ് പിന്നെ മാനവ വംശം ഉത്ഭവിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി. ഈ ഭരണം ആരും മനസ്സിലാക്കത്തില്ല. എല്ലാത്തിൻ്റെയും മേൽ പിതാവായ ദൈവം, അതിൻ്റെ താഴെ പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, പിന്നെ മാലാഹമാർ, ക്രോപ്പന്മാർ, ഇങ്ങനെ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിനക്ക് യാതൊരു ദൈവഭയവുമില്ല. ആമേൻ. ഒരു രാജാവിൻ്റെ കീഴിൽ നീ നിൽക്കുവാണെങ്കിൽ, നീ ഒരു രാജാവിൻ്റെ കീഴിലാണെങ്കിൽ ആ രാജാവിനെ പേടി വേണം. ദൈവഭയമാണ് ഇവിടെ ഇല്ലാത്തത്. എല്ലാവരും തോന്നിവാസം ചെയ്യണം. പുരുഷന്റെ ശിരസ് ക്രിസ്തു, സ്ത്രീയുടെ ശിരസോ പുരുഷൻ, ക്രിസ്തുവിന്റെ ശിരസോ പിതാവായ ദൈവം. ഇതാണ് ഭരണഘടന. ആമേൻ. ഹല്ലേലൂയ. ഈ ഭരണഘടനയിൽ നീ നിൽക്കുമ്പോഴാണ് നീ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആമേൻ. ഈ ഭൂമിയിൽ നീ ഈ ഭരണഘടനയിലേക്ക് വരുമ്പോഴാണ് നീ ദൈവരാജ്യത്തിലേക്ക് നീ പ്രവേശിക്കുന്നത്. ഇല്ലെങ്കിൽ നീ ദുഷ്ടന്റെ ലോകത്തിലാണ്. ആമേൻ. ഹല്ലേലൂയ. ഉൽപ്പത്തിയിൽ ദൈവം പറഞ്ഞെന്താ? 1 അധ്യായത്തിൽ 1 വചനം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഹല്ലേലൂയ. എന്നിട്ടോ വെളിച്ചമുണ്ടാകാൻ വേണ്ടി സൂര്യൻ,
രാത്രി നയിക്കാൻ വേണ്ടി ചന്ദ്രൻ, അതുപോലെ തന്നെ സസ്യങ്ങൾ, മൃഗങ്ങൾ, ഇതെല്ലാം സൃഷ്ടിച്ചു. ആമേൻ. എന്നിട്ടോ ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആമേൻ. ദൈവത്തിന്റെ ഛായയിലാണ് ഈ മനുഷ്യൻ സൃഷ്ടി. എന്നിട്ടോ ഈ പ്രപഞ്ചത്തിന്റെ മേൽ അധികാരം ഈ പുരുഷനും സ്ത്രീക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ സ്ഥാനത്താണ് അവർ നിൽക്കുന്നത് ഇവിടെ ഭൂമിയിൽ. അപ്പോൾ നീ എന്ത് ചെയ്യണം? നീതിയോടെ ഭരിക്കാനാണ് ഈശോ പറയുന്നത്. ആമേൻ. ഞാൻ എങ്ങനെ ലോകത്തെ ഭരിക്കുന്നു അതുപോലെ നീ ഭരിക്കണം. ആമേൻ. ഇനി ഇവന്റെ മേൽ അധികാരം, സ്ത്രീയുടെ പുരുഷന്റെ മേൽ അധികാരം ദൈവത്തിനാണ്. ഹല്ലേലൂയ. ഇന്നും ഈ സ്വർഗം ഈ ഭൂമിയുടെ മേൽ അധികാരമുണ്ട്. അതുകൊണ്ട് ഈശോ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ പറയുന്നതിനാ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്കാണ്. ആമേൻ. ഇന്നും സ്വർഗമാണ് ഈ ഭൂമിയിൽ മഴ പെയ്യുന്നത്. ഇന്നും സ്വർഗമാണ് ഈ ഭൂമിയിൽ വെളിച്ചം തരുന്നത്. ഇന്നും ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും, സസ്യങ്ങൾ ഇന്നും മുളയ്ക്കുന്നുണ്ട്, ഇന്നും മൃഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ജനനം, എല്ലാം ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അപ്പൊ ഈ രാജാവിന്റെ കീഴിൽ നീ എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ രാജാവിന്റെ കൽപ്പന അനുസരിച്ചാണ് നിൽക്കുന്നത്, അതോ നീ നിന്റെ തോന്നിയവാസമാണ് നിൽക്കുന്നത്? ദൈവഭയമില്ല ഇന്ന്. കാരണം ഓരോ രാജ്യങ്ങളും നമുക്കറിയാം ഈ ലോകത്തിൽ, അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ വരും. ശിക്ഷ ചില രാജ്യങ്ങളിൽ കൈവെട്ടും, കാലുവെട്ടും, ശിരസ് വിച്ഛേദിക്കും. പക്ഷെ മറ്റു രാജ്യങ്ങളിലോ ജയിലിലടയ്ക്കും, ഫൈൻ അടിക്കും. ഇതാണ് ഈ ലോകത്തിൻ്റെ. പക്ഷെ നിന്റെ ദൈവ കർത്താവ് അതേ ശിക്ഷണം തന്നെ നിനക്ക് തരുന്നുണ്ട്. എന്താ പറയുന്നറിയാം? അനുസരിക്കാൻ സന്നദ്ധനെങ്കിൽ നീ സമൃദ്ധി പ്രാപിക്കും, ഇല്ലെങ്കിൽ നീ വാളിനിരയാകും. പക്ഷെ കർത്താവ്, നമ്മുടെ ദൈവം കരുണയുള്ളവനായതുകൊണ്ടാണ് നമുക്ക് സമയം തരുന്നത്. ദുഷ്ടരായ നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ അറിയാമെങ്കിൽ നല്ലവനായ എൻ്റെ പിതാവ് എത്രയധികം നിനക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കത്തില്ലെന്ന് പറഞ്ഞു. ആമേൻ. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ ഈ പുല്ലിനെ ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ നിന്റെ സ്വർഗസ്നായ പിതാവ് അല്പവിശ്വാസി നിന്നെ എത്രയധികം അലങ്കരിക്കില്ല. നീ ദൈവരാജ്യത്തിലാണോ അതോ ദുഷ്ടന്റെ ലോകത്തിലേക്കാണോ? ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ഭൂമിയെ സൃഷ്ടിച്ചെന്നാണ് പറഞ്ഞത്. ആമേൻ. എന്നിട്ടോ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ടോ മനുഷ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൃഷി ചെയ്യാനും ഇതിനെ സംരക്ഷിക്കാനുമാണ് കർത്താവ്. ഇതിന്റെ ഉടമസ്ഥാവകാശം ഇന്നും ഈ ദൈവത്തിനാണ്. ആമേൻ. ഈ രാജാവിനാണ്. നീ വെറും സൂക്ഷിപ്പുകാരനാണ്. ആമേൻ. പക്ഷെ ഇവിടെ മനുഷ്യൻ മുഴുവനും കാട്ടിക്കൊടുത്തെന്താണ്? ഇവർ ഓരോന്നും സ്വന്തമാക്കാൻ നോക്കുകയാണ്. എന്നിട്ടോ എവിടെ എത്തുന്നു ഇവരെല്ലാം? നഗ്നനായി വന്നു, നീ നഗ്നനായി തന്നെ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരു രാജ്യത്ത് അതിന്റെ നിയമം അതിനുള്ള ഭയമുണ്ട്. അതുപോലെ നീ ദൈവരാജ്യത്തിലാണെങ്കിലോ, നീ ദൈവരാജ്യത്തിന്റെ വചനം, നീ ദൈവകൽപ്പന അനുസരിച്ച് നീ അനുസരിക്കാത്തതുകൊണ്ടാണ് ദൈവം നിന്നിൽ പ്രവർത്തിക്കാൻ പറ്റാത്തത്. നീ ദുഷ്ടനുമായിട്ടാണ് നിന്റെ വ്യാപാരം. അതുകൊണ്ടാണ് നീ എത്ര വിളിച്ചിട്ടും നിനക്ക് ദൈവം നിന്നിൽ ഇടപെടാൻ പറ്റില്ല. നീ ദുഷ്ടന്റെ ലോകത്തിൽ നിന്നുകൊണ്ട് നീ ദൈവത്തെ വിളിച്ചാൽ നിന്റെ കൈയിരിപ്പ് ശരിയില്ലെങ്കിൽ നിന്റെ കൈ രക്താംബരമാണ് ഈശോ പറയുന്നത്. നിന്നെയും എന്നെയും അകറ്റിയിരിക്കുന്നത് നിന്റെ അതിക്രമങ്ങളും നിന്റെ പാപങ്ങളുമാണ് ഈശോ പറയുന്നത്. അതാണ് യെശയ്യാ 50:1-2 പറയുന്നത്. ആമേൻ. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വരണം. ദൈവകൽപ്പന അനുസരിച്ചാൽ നീ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കും. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി. യേശു സ്തോത്രം. ആമേൻ.